ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ കുറേ കാലമായി ഞാൻ എൻ്റെ യൂട്യൂബിൽ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് അതിൻ്റെ പിന്നിൽ ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അത് പതിയെ ഞാൻ പറയാം. ഇന്നത്തെ വീഡിയോ നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ അബുദാബിയിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ അബുദാബിയിൽ നിന്ന് ദുബായിലോട്ട് മൂവ് ചെയ്യാണ്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ദുബായിലുള്ള കുറേ അപ്പാർട്ട്മെൻറ്റ്സ് നമ്മൾ പോയിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊരു അപ്പാർട്ട്മെൻറ്റ് ഹണ്ട് വീഡിയോ എന്ന് പറയാം. അതിൻ്റെ അകത്ത് നമ്മൾ ഫൈനലൈസ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഏതാണ് ചൂസ് ചെയ്തതെന്നുള്ളതും. അപ്പം നിങ്ങൾക്ക് ജസ്റ്റ് അങ്ങനെ വീട് എടുക്കേണ്ട അല്ലെങ്കിൽ അപ്പാർട്ട്മെൻറ്റ്സ് നോക്കുന്ന ആളുകളൊക്കെ ആണെങ്കിൽ ഈ ഒരു സംഭവം യൂസ്ഫുൾ ആവും. നമ്മൾ നോക്കുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ അൽനാദ 1 ആൻഡ് അൽനാദ 2 ആണ്. അതേപോലെ അൽക്വസൈസ് നമ്മൾ നോക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ പോകുന്നത് അൽനാദ 1ലുള്ള AR ടവർ 1ലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഇത് കയറി ചെല്ലുമ്പം തന്നെ ഒരു ഓപ്പൺ കിച്ചണാണ് നമുക്ക് ആദ്യം തന്നെ കാണുക. പിന്നെ ഈ ഒരു അപ്പാർട്ട്മെൻറ്റ് 23ാമത്തെ നിലയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ നിന്നുള്ള കാഴ്ച എന്ന് പറയുന്നത് ഒരു അടിപൊളി കാഴ്ച തന്നെയാണ്. പക്ഷെ നമുക്ക് എന്തും നമ്മുടെ ലൈഫിൽ നമുക്കിത് അങ്ങോട്ട് വർക്കൗട്ട് ആവില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ചായ കുടിച്ച് നമ്മളവിടെ നിൽക്കുകയാണെങ്കിൽ പോലും നമുക്ക് ഈ താഴത്തെ കാഴ്ചയും ഒക്കെ കാണുമ്പോൾ നമുക്ക് ചെറുതായിട്ടൊരു തലകറക്കം പോലത്തെ ഒരു ഫീൽ വരും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളത് എടുത്തിട്ടില്ല. കാരണം അത്രയ്ക്കും ഹൈ ആയിട്ട് പോകുമ്പോഴും ഒരു ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു അപ്പാർട്ട്മെൻറ്റിൽ സ്പേസ് കുറച്ച് കുറവായിരുന്നു. ലിവിങ് ഏരിയ ആണെങ്കിലും കിച്ചൺ ആണെങ്കിലും ഓപ്പൺ കിച്ചൺ ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്കത് അത്ര നല്ലൊരു ഓപ്ഷനായിട്ട് തോന്നിയില്ല. ഇതാണ് ഇതിൻ്റെ ബെഡ്റൂം. നമ്മൾ 1 ബെഡ്റൂം അപ്പാർട്ട്മെൻറ്റ്സാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ബാൽക്കണി, അതായത് നമ്മൾ നേരത്തെ ഞാൻ കാണിച്ച പോലെ തന്നെ ബെഡ്റൂമിന് ബാൽക്കണി ഉണ്ട്. ആ ബാൽക്കണിയിൽ നിന്നുള്ള വ്യൂ ആണ് ഈ ഒരു കംപ്ലീറ്റ് വ്യൂ. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ബുർജ് ഖലീഫ വരെ നമുക്ക് ഒരു ലോങ് ഡിസ്റ്റൻസിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഈ ഒരു അപ്പാർട്ട്മെൻറ്റ് നമ്മൾ വേണ്ടാന്ന് വെച്ചു. അടുത്തതായിട്ട് നമ്മൾ പോകുന്ന സെയിം ബിൽഡിങ്ങിലുള്ള ഈ ഒരു അപ്പാർട്ട്മെൻറ്റിലേക്കാണ്. ഇത് കയറി ചെല്ലുമ്പോൾ തന്നെ ലിവിങ് സ്പേസ് ആണ്. അവിടെ നിന്ന് നമുക്കൊരു ബാൽക്കണി ഉണ്ട്. ഇത് നമുക്കങ്ങനെ മോശമായിട്ടൊന്നും തോന്നിയില്ല, കാരണം ബാൽക്കണി സ്പേഷ്യസ് ആയിരുന്നു. പക്ഷെ എന്തോ നമുക്കൊരു ഹോം ഫീൽ നമുക്ക് കിട്ടിയില്ല. നമ്മൾ നോക്കി. പിന്നെ കുറച്ച് വെളിച്ചത്തിൻ്റെ ഒരു കുറവും നമുക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ആകെ ഈ ഒരു ലിവിങ് സ്പേസിൽ കിട്ടുന്ന ആ ഒരു ലൈറ്റ് മാത്രമേ ഉള്ളൂ. ബെഡ്റൂമിലാണെങ്കിലും അത്ര വലിയൊരു സുഖം നമുക്ക് തോന്നിയില്ല. അതുപോലെ തന്നെ കിച്ചണിൽ വെൻറ്റിലേഷൻ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ലിവിങ് ഏരിയ. ചെറിയൊരു സ്പേസ് തന്നെയാണ് ലിവിങ് ഏരിയ. ഇതാണ് നമ്മുടെ ബെഡ്റൂം വരുന്നത്. ബെഡ്റൂമും കമ്പാരിറ്റീവ്ലി എല്ലാ അപ്പാർട്ട്മെൻറ്റ്സും വെച്ച് നോക്കുമ്പം ഇത് ആ ഒരു സ്പേസ് ഉണ്ട്. പക്ഷേ നമുക്കെന്തോ കണ്ടപ്പം നമുക്കിതൊരു ഹോമായിട്ട് ഫീൽ ചെയ്തില്ല. നമ്മൾ മെയിൻലി നോക്കുന്ന കിച്ചണിലും നന്നായിട്ട് വെൻറ്റിലേഷൻ കിട്ടണം. അതേപോലെ തന്നെ നമ്മുടെ ബെഡ്റൂം ആണെങ്കിലും ലിവിങ് റൂമിലാണെങ്കിലും നമുക്ക് അത്യാവശ്യം വെളിച്ചം ഉണ്ടാവണം എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ ഒരു ഇൻബിൽട്ട് വാർഡ്രോബും ഉണ്ട്. അതേപോലെ ഒരു അറ്റാച്ച്ഡ് വാഷ്റൂമും ഇതിനകത്തുണ്ട്. ഇത് നമ്മൾ മുന്നേ കണ്ട പോലെ ഓപ്പൺ കിച്ചണൊന്നും അല്ല, ക്ലോസ് കിച്ചണാണ്. വെളിച്ചം എന്തോ പ്രോപ്പറായിട്ട് കിട്ടാത്ത പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ വേറെ തന്നെ ഒരു വാഷ്റൂമും കൂടിയും, ഹാഫ് വാഷ്റൂമും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ആ ബിൽഡിംഗ് കഴിഞ്ഞ് നമ്മൾ അടുത്തത് പോകുന്നത് അൽനാദ 1ലുള്ള ബിൻജുമ 3ലോട്ടാണ്. ഈ ബിൽഡിങ്ങിൽ നമ്മൾ കയറി വരുമ്പം കാണുന്നത് ലിവിങ് സ്പേസ് ആണ്. ഇവിടെ ആക്ച്വലി കുറച്ചും കൂടി നല്ല വെളിച്ചവും ആ ഒരു റൂമിനൊക്കെ ഒരു ഭംഗിയൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ലിവിങ് ഏരിയയിൽ നിന്ന് ബാൽക്കണിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ബെഡ്റൂം ഈവൻ ഒറ്റ വിൻഡോ ആണെങ്കിലും കുഴപ്പമില്ല. പക്ഷേ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതാണ് ഇതിൻ്റെ ബെഡ്റൂം വരുന്നത്. ഇവിടെ ബെഡ്റൂമിൽ നിന്നാണ് ബാൽക്കണിയിലോട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് അങ്ങനെയല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. ലിവിങ് ഏരിയയിൽ നിന്ന് ബാൽക്കണിയാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇത് നമുക്ക് കുറച്ച് ഇഷ്ടമൊക്കെ ആയി. പക്ഷെ എന്നാലും എന്താ പറയുക, നമ്മൾ അടുത്തൊരു ഹോപ്പിൽ നമ്മൾ നടക്കുകയാണ്. ബാൽക്കണി നമ്മൾ മുന്നേ കണ്ട 2 അപ്പാർട്ട്മെൻറ്റ്സ് വെച്ച് നോക്കുമ്പോൾ സ്പേസ് കുറവാണ്. പക്ഷേ നമുക്ക് എന്തോ കുറച്ചും കൂടി ഒരു വെൻറ്റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഫീലാണ് കിട്ടിയത്. അപ്പോൾ ബെഡ്റൂം ഈ കാണുന്നതാണ്. അതിന് ശേഷം വരുന്നത് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് ഈ വാഷ്റൂമാണ്. അപ്പം അതും എന്തൊക്കെയോ കുറേ പരിപാടികളൊക്കെ ചെയ്യാനുണ്ട്. കുറച്ച് എന്തൊക്കെയോ ഇൻറ്റീരിയർ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. ഇതാണ് കിച്ചൺ. നമ്മൾ ചെല്ലുമ്പം അത്യാവശ്യം വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ വെളിച്ചം പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കിച്ചണിലും മെയിൻ്റെനൻസ് പരിപാടി നടക്കുകയാണ്. അങ്ങനെ നമ്മൾ അടുത്ത ബിൽഡിങ്ങിലോട്ട് പോവുകയാണ്. ഇത് അൽക്വസൈസിലാണ്, അൽനൂർ ബിൽഡിംഗ് എന്ന് പറയും. ഇത് ന്യൂലി കൺസ്ട്രക്റ്റഡ് ആയിട്ടുള്ള ഒരു ബിൽഡിംഗ് ആണ്. ഈ പറയുന്ന പോലെ ഒരു ഓപ്പൺ കിച്ചണാണ്. കയറി വരുമ്പോൾ തന്നെ റൈറ്റ് സൈഡിൽ
ഈ കാണുന്നതാണ് ഇതിൻ്റെ ലിവിങ് ഏരിയ വരുന്നത്. ഇത് കമ്പാരിറ്റീവ്ലി സ്പേസ് കുറവായിരുന്നു, പക്ഷേ ഇതിൻ്റെ ബിൽഡിംഗ് ഒക്കെ അടിപൊളിയാണ്. ന്യൂലി കൺസ്ട്രക്ട് ചെയ്തുകൊണ്ട് തന്നെ എല്ലാതും പുതിയതായിട്ട് തന്നെ നമുക്ക് ഫീൽ ചെയ്യും. ഒരു ഫീൽ ഗുഡ് ഉണ്ട് ഈ ഒരു ബിൽഡിങ്ങിലോട്ട് വരുമ്പം. ഇതാണ് ഇതിൻ്റെ ബെഡ്റൂം വരുന്നത്. ബെഡ്റൂം നമ്മൾ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ബാൽക്കണി ഏരിയ കാണാൻ വേണ്ടി പറ്റും. ബാൽക്കണിയും അത്യാവശ്യം കുറച്ച് സ്പേസേ ഉള്ളൂ. നമ്മൾ മുന്നേ കണ്ട ആദ്യത്തെ 2 അപ്പാർട്ട്മെൻറ്റ്സ് വെച്ച് നോക്കുമ്പോൾ ബാൽക്കണി സ്പേസ് കുറവാണ്, പക്ഷേ നല്ലൊരു സ്പോട്ടിലാണ് ഈ ഒരു ബിൽഡിംഗ് ഇരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് നല്ലൊരു വ്യൂ കാണാൻ വേണ്ടി പറ്റും. പിന്നെ വെൻറ്റിലേഷനും നന്നായിട്ടുണ്ട്. പക്ഷേ ഇവിടെ വരുന്നൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പേസ് ഒട്ടുമില്ല. അതാണ് നമ്മൾ ഇതിൽ കണ്ടിട്ടുള്ളൊരു ഡീമെറിറ്റ്. ഞാനിത് ഷൂട്ട് ചെയ്യുന്നത് വൈഡിലിട്ടിട്ടാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ചും കൂടി ഒരു വലുതായിട്ട് തോന്നും. പക്ഷേ ആക്ച്വലി ഇത് സ്പേസ് കുറവാണ്. അങ്ങനെ ബെഡ്റൂമിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നല്ല അടിപൊളി വാഷ്റൂം കാണാം. നമ്മൾ ഈ ഹോട്ടൽസിലൊക്കെ പോകുമ്പം നമുക്ക് ഉണ്ടാവുന്ന പോലത്തെ ഒരു വാഷ്റൂമാണ്. ഒരു കുഞ്ഞു വാഷ്റൂം, പക്ഷേ ബട്ട് ഇറ്റ്സ് ക്യൂട്ട്. ഈ ഒരു അൽനൂർ ബിൽഡിങ്ങിൽ ഒരുപാട് നല്ല അപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്. ഇതൊരു പുതിയ ബിൽഡിംഗ് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ കൺസ്ട്രക്ഷനും ഇൻറ്റീരിയർ കാര്യങ്ങളെല്ലാം ന്യൂ ആണ്. അപ്പോൾ നമുക്കൊരു പുതിയൊരു ബിൽഡിങ്ങിൽ പോയ പോലത്തെ ഒരു ഫീലായിരിക്കും നമുക്ക് ഉണ്ടാവുക. അടുത്ത് ഞാൻ കാണിക്കാൻ വേണ്ടി പോകുന്നത് ബിഞ്ചുമ 6 എന്ന് പറഞ്ഞ അൽനാദ 1-ൽ ഉണ്ടായിരുന്നൊരു ബിൽഡിങ്ങാണ്. ഇത് നമ്മൾ കയറി ചെല്ലുമ്പം തന്നെ നല്ലൊരു വൈഡ് ഏരിയ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. റൈറ്റ് സൈഡിലാണ് ഇതിൻ്റെ ലിവിങ് സ്പേസ് വരുന്നത്. അതും അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ്. പിന്നെ നമ്മൾ ആഗ്രഹിച്ച പോലെ തന്നെ ലിവിങ് ഏരിയയിൽ നിന്ന് ബാൽക്കണി നമുക്ക് കാണാൻ വേണ്ടി പറ്റി. അപ്പോൾ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാൽക്കണി തന്നെയാണ്. പിന്നെ വിത്തൗട്ട് എനി ഒരു ഒബ്സ്ട്രക്ഷനും ഇല്ല. നല്ലൊരു എയർ ഫ്ലോ കാര്യങ്ങൾ, അതേപോലെ ലൈറ്റിങ്ങും ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. പക്ഷെ നമ്മളിതൊരു ഈവനിങ് ടൈമിൽ വന്ന് കണ്ടതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഈ ബിൽഡിങ്. പക്ഷേ ഒന്നും കൂടി വന്ന് ലൈറ്റിങ്ങിൽ കാണണം എന്ന് ഉണ്ടായിരുന്നു. പിന്നെ ഇതൊരു ഗസ്റ്റൊക്കെ വരുമ്പം യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഹാഫ് വാഷ്റൂമാണ് ഈ കാണുന്നത്. പിന്നെ നമ്മൾ അവിടെ നിന്ന് പോകുന്നത് നേരെ കിച്ചണിലോട്ടാണ്. ഈ കാണുന്നതാണ് കിച്ചൺ കമ്പാരിറ്റീവ്ലി സ്പേസ് കുറവാണ്, പക്ഷെ എന്നാലും കിച്ചണിനും വെൻറ്റിലേറ്റഡ് ആണ്. വെളിച്ചം നന്നായിട്ട് കിട്ടും. എനിക്കിപ്പം ഇത്രയും അപ്പാർട്ട്മെൻറ്റ്സൊക്കെ പോയി കണ്ടിട്ട് മനസ്സിലായ ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ കിച്ചൺ പൊതുവേ എല്ലാ അപ്പാർട്ട്മെൻറ്റ്സിലും ചെറുത് തന്നെയാണ്. അടുത്തതായിട്ട് നമ്മൾ പോകുന്നത് നമ്മുടെ ബെഡ്റൂമിലോട്ടാണ്. ബെഡ്റൂമും ഞാൻ ഈ പറഞ്ഞ പോലെ നല്ലോണം എയറേഷൻ കിട്ടുന്നതും വെൻറ്റിലേറ്റഡും ആണ്. അതുപോലെ തന്നെ ഇൻബിൽഡായിട്ടൊരു 4 ഡോർ വാർഡ്രോബും ഉണ്ട്. പിന്നെ നല്ല ഒരു വാഷ്റൂമും ഇവിടെ ഉണ്ട്. നല്ലൊരു കളർ കോമ്പിനേഷനിലാണ് ഈ ഒരു വാഷ്റൂം. കാണാൻ നല്ല രസമാണ്. അപ്പോൾ നമ്മുടെ മൈൻഡ് ഓൾമോസ്റ്റ് സെറ്റായിട്ടുണ്ട് ഈ ഒരു അപ്പാർട്ട്മെൻറ്റ് എടുക്കാം എന്നുള്ളത്. അപ്പോൾ നമ്മൾ അഡ്വാൻസും കാര്യങ്ങളൊക്കെ കൊടുത്ത് പെയിൻറ്റിങ്ങും മെയിൻ്റെനൻസ് പരിപാടിയൊക്കെ ചെയ്യാൻ വേണ്ടി പറഞ്ഞിരുന്നു. ഇത് നമ്മൾ വെളിച്ചുള്ള വേറൊരു ദിവസം അപ്പാർട്ട്മെൻറ്റ് വന്ന് നമ്മൾ കാണുകയാണ്. ആഫ്റ്റർ ദ മെയിൻ്റെനൻസ് ആൻഡ് പെയിൻറ്റിങ്ങും പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ മെയിൻ്റെനൻസൊക്കെ കഴിഞ്ഞത് കൊണ്ടൊന്ന് വന്ന് നോക്കാൻ വന്നതാണ് എങ്ങനെയുണ്ട്. കാരണം നമ്മൾ വൺസ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മെയിൻ്റെനൻസ് ഒന്നും നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ അതിന് പ്രയറായിട്ട് നമ്മൾ ഒന്നും കൂടി വന്ന് നോക്കിയതാണ്. എന്തായാലും നല്ല അടിപൊളിയായിട്ടുള്ള നമ്മുടെ ആ ഒരു എല്ലാതും സാറ്റിസ്ഫൈ ആവുന്ന രീതിയിലുള്ള ഒരു അപ്പാർട്ട്മെൻറ്റ് തന്നെ നമുക്ക് ഫൈനലി നമുക്ക് കിട്ടി. ഇനി ഇത് നമ്മളെല്ലാം ഓർഗനൈസ് ചെയ്ത് നമ്മുടെ ഒരു ഹോമാക്കി മാറ്റണം. ഇപ്പോൾ ഇതൊരു അപ്പാർട്ട്മെൻറ്റാണ്. നമ്മളിനി നമ്മുടെ കാര്യങ്ങളൊക്കെ വെച്ച് ഇതൊരു ഹോമാക്കി എടുക്കണം. ഇതൊരു ദുബായ് ഷാർജ ബോർഡറാണ് ഈ കാണുന്നത്. ലെഫ്റ്റ് സൈഡിൽ ഷാർജ ബോർഡറാണ്, റൈറ്റ് സൈഡിലുള്ളത് ദുബായ് ആണ്. അപ്പോൾ അങ്ങനെ ഒരു ബോർഡറിലാണ് നമ്മൾ താമസിക്കുന്നത്. അപ്പോൾ കിച്ചണൊക്കെ അവർ മാക്സിമം നല്ലപോലെ തന്നെ അവർ ക്ലീൻ ആക്കിയിട്ട് ഉണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഇവിടെ ഫ്രിഡ്ജ് വെക്കാനുള്ള സ്പേസ് ഉണ്ട്, അതുപോലെ തന്നെ കുക്കിംഗ് റേഞ്ച് വെക്കാനുള്ള സ്പേസ്, നമ്മുടെ വാഷിംഗ് മെഷീൻ വെക്കാനുള്ള സ്പേസും ഉണ്ട്. അതൊക്കെ വരുമ്പം ഇതൊരു പ്രോപ്പർ കിച്ചണായിട്ട് മാറും. പിന്നെ എനിക്ക് 2 സിങ്കുള്ള വാഷ് ബേസിനായിരുന്നു വേണ്ടിയിരുന്നത്. അപ്പോൾ അതുപോലെ അതും കിട്ടി. പിന്നെ വെള്ളമൊക്കെ നല്ല ഫ്ലോ ആയിട്ട് തന്നെ വരുന്നുണ്ട്. പിന്നെ എടുത്ത് പറയേണ്ടത് കിച്ചണിൽ കിട്ടുന്ന ഒരു വെൻറ്റിലേഷനാണ്. പിന്നെ ഇവിടെ ഒരു കുഞ്ഞ് സ്പേസ് ഉണ്ട്, അവിടെ നമുക്ക് എന്തെങ്കിലുമൊക്കെ വെച്ച് സെറ്റ് ചെയ്യണം. പിന്നെ നമ്മൾ ബെഡ്റൂം ആണെങ്കിലും ഇപ്പം പെയിൻറ്റിംഗ് ഒക്കെ കഴിഞ്ഞപ്പോൾ കുറച്ചും കൂടി നല്ലൊരു വെളിച്ചമൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഫേർണിച്ചേഴ്സൊക്കെ കൊണ്ടിടുമ്പം ഇതിന് ആ ഒരു ഹോമിൻ്റെ ഒരു ഫീൽ നമുക്ക് കിട്ടും. ഇപ്പോൾ ഇതൊരു എംപ്റ്റി അപ്പാർട്ട്മെൻ്റ് ആണ്.
അങ്ങനെ നമ്മുടെ അപ്പാർട്ട്മെൻറ്റ് ഹണ്ട് ഇവിടെ തീരുകയാണ് ആൻഡ് ഫൈനലൈസ് ചെയ്തു. ഇതാണ് നമ്മുടെ ഹോം ആവാൻ വേണ്ടി പോകുന്ന അപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ നമ്മൾ ഈ ഒരു അപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു പിന്നിലത്തെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഡുബസിൽ ത്രൂ നമ്മൾ ഒരുപാട് അപ്പാർട്ട്മെൻറ്റ്സ് നമ്മൾ നോക്കി. പിന്നെ ബ്രോക്കേഴ്സായിട്ട് പരിചയപ്പെട്ടു. ഈ പരിചയപ്പെട്ട ബ്രോക്കേഴ്സ് വഴിയാണ് നമ്മൾ ഈ കാണുന്ന ഓരോ ബിൽഡിങ്ങും പിന്നീട് നമ്മൾ പോയി കണ്ടത്. നമ്മുടേതായ രീതിയിൽ നമ്മൾ റിസർച്ചൊക്കെ ചെയ്തതിന് ശേഷം നമ്മുടെ ബഡ്ജറ്റും കാര്യങ്ങളെല്ലാം സെറ്റായിട്ടുള്ള രീതിയിലാണ് ഫൈനലി നമ്മൾ ഈ ഒരു അപ്പാർട്ട്മെൻറ്റ് എടുത്തിട്ടുള്ളത്. എന്തായാലും കംപ്ലീറ്റ്ലി ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ് ഈ ഒരു അപ്പാർട്ട്മെൻറ്റിൽ. ഇനിയിപ്പോൾ നമ്മൾ ഫർണിച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഇട്ട് കഴിയുമ്പോൾ നമുക്കതൊരു ഹോം ആയിട്ടുള്ള ഫീൽ എന്തായാലും കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ലേറ്റർ ഓൺ ഞാനൊരു ഹോം ടൂറും കൂടി ഞാൻ ചെയ്യാം. എല്ലാം ഒന്ന് സെറ്റായതിന് ശേഷം. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു അപ്പാർട്ട്മെൻറ്റ് ഹണ്ട് വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ടു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. അപ്പോൾ പുതിയ നല്ല വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.